ഞാനൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം. ആരെങ്കിലും വന്ന് ബെല്ലടിക്കും. 32 പല്ലും കാണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് തള്ളിപ്പിടിച്ച് ഇങ്ങോട്ട് വരണ്ട. ഇല്ല, ഞാൻ വന്നിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം ഞൊട്ടിക്കും. അപ്പ മാത്രമേ വാതില് തുറക്കാവുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. കേറിപ്പോടാ. ഓ, ഈ മനുഷ്യന്റെ ഒരു മുടിഞ്ഞ സംശയം. ഒന്ന് ടെസ്റ്റ് അടിച്ചാലോ? എന്താ ചേട്ടാ? സത്യത്തിൽ നീ ആരെവിടെ പ്രതീക്ഷിച്ചത്? ചേട്ടനെ. എടേ, ഞാൻ 3 പ്രാവശ്യം ഇങ്ങനെ ചൊട്ടിക്കുമ്പോഴല്ലേ നിന്നോട് വരാൻ പറഞ്ഞേ. പിന്നെ നീ എന്റെ ആദ്യത്തെ വന്നെന്തിനാ? ആദ്യത്തെ കേട്ടപ്പോ ഞാൻ വിചാരിച്ച് അത് എന്റെ ചേട്ടൻ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പൊ വയ്യാത്ത ചേട്ടനെ കൊണ്ട് എന്തിനാ വീണ്ടും എന്ന് പറയിപ്പിക്കുന്ന വെച്ചിട്ട് വന്നതാ. എനിക്കറിയാം, അതൊന്നുമല്ല. ആരെങ്കിലും ഒരു കേട്ടിട്ട് വേണം ഇവക്ക് ചാടി പോവാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ. ചേട്ടാ, ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ഞാൻ ആവശ്യമുള്ളത് പോലും പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഇനി ആവശ്യമില്ലാത്തത്. ഇന്നൊക്കെയുള്ളോ ഒക്കെ തന്നെ ഞാൻ എടുത്തോളാം. ചേച്ചിയെ, ചേട്ടനില്ലേ? പുറത്തേക്ക് പോയോ? ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നാ? സത്യത്തിൽ ഞാനിവിടെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഒരു പ്രാവശ്യത്തേക്ക് മാപ്പാക്കണം. എന്താ ചേച്ചി ചേട്ടൻ ഇങ്ങനെ പറയണേ? സത്യത്തിൽ ചേട്ടനെ ഞാൻ കണ്ടില്ല. സത്യത്തിൽ നീ എന്നെ കണ്ടില്ല, കൃത്യമായിട്ട് അവളെ നീ കണ്ടു. ആട്ടെ, മെമ്പർ ഈ വാണം വിട്ട മാതിരി പാനി പിടിച്ച് ഇങ്ങോട്ട് വന്നെന്തിനാ? അല്ല, ചേച്ചിയുടെ അടുത്ത് ഞാൻ ആധാർ കാർഡും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലിങ്ക് ചെയ്തോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ചേച്ചിയുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറൊക്കെ ലിങ്ക് ചെയ്യണം, അവിടെ നിൽക്കട്ടെ. മെമ്പറുടെ ഭാര്യയുടെ ആധാർ കാർഡൊക്കെ ലിങ്ക് ചെയ്തോ? അതിന് സമയമുണ്ടല്ലോ. അതെപ്പോ വേണമെങ്കിലും ആവാലോ. പിന്നെ സമയവും കാലവും നോക്കണം. എങ്ങനെയുണ്ട്? എന്റെ ചേട്ടാ, ഇങ്ങനെ സംശയിക്കല്ലേ? അതൊക്കെ പോട്ടെ, മെമ്പറുടെ ആദ്യത്തെ ഭാര്യ എന്തേ? അതൊരു ഓട്ടോ ഡ്രൈവർ കൂടെ വിളിച്ചോടി പോയി. വല്ലപ്പോഴെങ്കിലും പെണ്ണുമ്പിളേനെ ഒന്ന് സംശയിച്ചായിരുന്നെങ്കിൽ ആ പെണ്ണിപ്പൊ നിങ്ങളുടെ കൂടെ വീട്ടിലിരുന്നെ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയ. ചേട്ടാ, ഇങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടാ. വിശ്വാസമാണ് വീടിന്റെ അടിത്തറ. അടിത്തറയാവാം, ഇതുപോലെ കൂതറയാവരുത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം മെമ്പറെ. ചേച്ചിക്ക് അറിയാണ്ടിക്ക് പോട്ടെ, സമാധാനിക്കുക. അത് ഒക്കെ പറഞ്ഞ് ശരിയാക്കാവുന്ന കേസുള്ളൂ. ടൈറ്റാനിക്കിലെ പാട്ടം കിട്ടാലോ, ജാക്കിനും റോസിനും കൂടി പൊളിക്കും. അതെ, ഈ സുഖമുണ്ടല്ലോ. സുഖം ഉണ്ടാവും, സുഖം ഉണ്ടാവും, നല്ല സുഖം ഉണ്ടാവും. അതല്ല, ഈ സുഖമുണ്ടല്ലോ എന്റെ സ്വന്തം ആങ്ങളാരെ പോലെ എനിക്ക്. ഈ പഞ്ചായത്തിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവക്ക് ആങ്ങളമാരാ. എന്നിട്ട് ഈ അളിയനെ കാണുമ്പോ ആങ്ങളമാരൊക്കെ ഓടണം എന്തിനാന്ന് എനിക്കറിയാൻ. അതെ, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംശയിക്കണം. നേരെ നിങ്ങൾക്ക് വല്ല പണിക്കും പോയിക്കൂടെ? ഇവിടെ എന്നാ പറഞ്ഞാൽ ഞാൻ പണിക്ക് പോകില്ലെന്ന്. ഞാൻ കൃത്യമായിട്ട് പണിക്ക് പോവാറുണ്ട്. പണിക്ക് പോയിട്ട് വന്ന വഴി കടയുടെ മുമ്പിൽ നിന്ന് ഞാൻ വിളിക്കും. വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്ന് അറിയാം. അത് സ്വാഭാവികം, എല്ലാവരും വിളിക്കും. അപ്പൊ പറയണ എന്നാ അറിയാമോ? നിങ്ങൾ ക്യൂവിലാണ്, ക്യൂവിലാണ്, ക്യൂവിലാണ്. എന്റെ പൊന്നിയേട്ടൻ ഞാനും ചേച്ചിനെ വിളിക്കാറുണ്ട്. അപ്പോഴും ഇത് തന്നെയാ പറയാറ്. ഞാൻ ഇന്ന് രാവിലെ കൂടി വിളിച്ചതല്ലേ, അപ്പോൾ ഇത് പറഞ്ഞോണ്ടാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ക്യൂവിലും മര്യാദക്ക് നിൽക്കാനുള്ള സമാധാനം പോലും ഇല്ല. ക്യൂ തെറ്റിച്ച് കേറി ഇങ്ങോട്ട് വന്നേക്കുവാ. ഹലോ മാഡം, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഈ ക്യൂവിലുണ്ടോ? പുറയിലാണോ? ഓ എന്റെ പൊന്നോ, കണ്ടില്ലേ? ഇതാ അവിടുത്തെ പ്രശ്നം. ഇനി ഒരു നിമിഷം ഞാൻ ഇയാളെ കൂടെ ജീവിക്കില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവാ. വീട്ടിലേക്ക് തന്നെ പോണം. കണ്ണി കണ്ട ഓട്ടോറിക്ഷക്കാരുടെ കൂടെ പോയ മാതിരി പോയി എന്നെ നാണം കെടുത്തുവാ. അതിന് നാണുള്ളവർക്കല്ലേ നാണക്കേട് ഉണ്ടാവുള്ളൂ. ഇതിനെ സംശയിക്കുന്ന ഒരു സംശയരോഗി. നീയാരും സംശയരോഗി? നീ എനിക്കിതിന് കുറച്ച് സൗന്ദര്യം കൂടിപ്പോയി, അതുകൊണ്ട് നീക്ക് കോംപ്ലക്സാ. കോംപ്ലക്സ്? എനിക്ക് വായിലൊരു മുറിവ് വന്നിട്ട് ബി കോംപ്ലക്സിന്റെ ഗുളിക പോലും കഴിക്കാത്ത ആളാ ഞാൻ. അയാമേ കോംപ്ലക്സ് പോയി. നീയാണ് സംശയരോഗി. എന്തിനേതിനെ സംശയിക്കാൻ? നിങ്ങളെ സംശയരോഗി. സംശയരോഗി. എന്ത് കൂതറ ഫാമിലി ആണോ അത്?